ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കണവ റോസ്റ്റാണ്. കേരള നാടൻ സ്റ്റൈലിൽ നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റോസ്റ്റ് റെസിപ്പിയാണ്. കൂന്തൽ എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കണവ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം കണവ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നന്നായി കഴുകി വൃത്തിയാക്കിയ കണവ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണവ കട്ട് ചെയ്യുമ്പോൾ അത് ഒരുപാടങ്ങ് കനത്തിൽ കട്ട് ചെയ്യരുത്, കുറച്ച് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. ഇനി ഇത് ഞാനൊരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കണവ ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം വേവുണ്ട്, അപ്പോൾ കുക്കറിൽ തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർക്കാം. ഒരുപാട് വെള്ളത്തിൽ ഇങ്ങനെയുള്ള സീ ഫുഡ്സ് ഒന്നും വേവിച്ചെടുക്കരുത്. വളരെ കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക. 4 മുതൽ 6 വിസിൽ വരെ ഇതിൽ അടുപ്പിക്കാം. അപ്പോഴേക്കും ഈ കണവ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് പുളിയാണ്. കൊടംപുളിയാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മതി. ഒരു വലിയ കഷ്ണം കൊടംപുളിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 2 ചെറിയ കഷ്ണം കൊടംപുളിയോ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെക്കുക. ഇളം ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറിലായാലും ഇതുപോലെ ഒന്ന് കുതിർത്തി വെച്ചാൽ മതി. മസാല റെഡി ആകുമ്പോഴേക്കും അത് നന്നായി പുളിയെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. കണവ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. കറിച്ചട്ടി ഉണ്ടെങ്കിൽ അതും എടുക്കാം. നല്ല ടേസ്റ്റാണ് കറിച്ചട്ടിയിൽ കുറച്ച് നേരം അത് വെച്ചിട്ട് കഴിക്കാനായിട്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ 2 സവാളയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത സവാള നന്നായി വഴണ്ട് ട്രാൻസ്പെറൻ്റ് ആയി വരണം. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചാൽ സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് വരും. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് ഇത് നന്നായി വഴണ്ട് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയിട്ടുണ്ടാവും. ഇതിലേക്ക് ഞാനൊരു 3 മുളക് ചേർക്കുന്നുണ്ട്. ആദ്യമേ ചേർക്കാൻ വിട്ടുപോയതാണ്. ആദ്യമേ ഇത് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക. സവാള നന്നായി ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് 1/2 കപ്പ് അളവിൽ ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ പച്ചമണം എല്ലാം മാറി അതിലെ വെള്ളം എല്ലാം ഒന്ന് മാറി ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കണവയിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തതാണ്, നോക്കിയിട്ട് മാത്രം ചേർക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ തീയിലിട്ട് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കുക. പുളി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്ത് പുളിയുടെ കൂടി ഒരു പച്ചമണം എല്ലാം മാറി നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള കണവ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണവ വേവിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം മാത്രമാണ് ചേർക്കേണ്ടത്. എന്നാൽ മാത്രമാണ് ഇതിലേക്ക് ഒരുപാട് വെള്ളം ഈ സമയത്ത് ഇറങ്ങാതിരിക്കുള്ളൂ. അപ്പോൾ ഇത്രയും വെള്ളമൊക്കെ നമുക്ക് അതിലേക്ക് ചേർക്കാം കേട്ടോ. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കണവ കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിൽ പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ 1-2 കഷ്ണം നമ്മളിട്ട പുളി അതിൽ നിന്ന് എടുത്ത് മാറ്റാം. കാരണം പുളി വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ പുളി അതിലുണ്ടാവും. അതുപോലെ ഒരുപാട് പുളി നമ്മുടെ ആ കറിയിലേക്ക് ഇറങ്ങി കൂടുകയില്ല. പക്ഷേ കൊടംപുളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത് കുറച്ച് നല്ലതായിരിക്കും ഈ ഒരു കറിയിൽ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എല്ലാ വെള്ളവും വറ്റി നല്ലോണം 10 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുക. വെള്ളം വറ്റിയൊക്കെ കഴിഞ്ഞ് നല്ല റോസ്റ്റ് പരുവത്തിലാണ് ഈ ഒരു കണവ എടുക്കേണ്ടത്. പുളി ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഒരു മീൻകറിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ പുട്ട്, ചപ്പാത്തി, പത്തിരി എല്ലാത്തിൻ്റെ കൂടെ ഈ ഒരു കറി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും.
അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.